കട്ടപ്പന ടൗണിലെ റിംഗ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി കട്ടപ്പന ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉൾപ്രദേശങ്ങളിലെല്ലാം മനോഹരമായ റോഡുകൾ സാധ്യമാകുമെന്നും ഇതിനായി 30 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. ഇതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പനയിൽ നിന്നും പുളിയന്മല വരെയുള്ള റോഡിന് 44 കോടി രൂപ അനുവദിച്ചതായും ഇതിന്റെ നിർമ്മാണം പൂർത്തിയായാൽ കട്ടപ്പനയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യമാണ് കട്ടപ്പന ടൗണിലെ റിംഗ് റോഡുകൾ അത് പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉൾപ്രദേശങ്ങളിലെല്ലാം മനോഹരമായ റോഡ് ശൃംഖലയായി മാറും. അതിന് 30 കോടി രൂപയാണ് അനുവദിച്ചത്. അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇനി അതിൻ്റെ PQ ഫിനാൻസ് ബിൽഡിംഗ് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തോടുകൂടി ആ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വർക്ക് ടെൻഡേർഡാണ്, ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ആ നടപടി പൂർത്തീകരിച്ച് ആ വർക്ക് ആരംഭിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കട്ടപ്പന ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നല്ല റോഡും കട്ടപ്പന ടൗൺ ബ്യൂട്ടിഫിക്കേഷനും ഇതിൻ്റെ ഭാഗമായി നടത്താനായിട്ട് സാധിക്കും. അപ്പം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. അത് താമസിയാതെ തന്നെ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള റോഡ് എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങളും സ്വപ്നങ്ങളും എല്ലാം കൃത്യമായി അറിയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പിൽ ഏറെ സന്തോഷം നൽകുന്നില്ല. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ നിന്ന് പുളിയമലയിലേക്കുള്ള ബാക്കി ഭാഗം ഏകദേശം 44 കോടി രൂപയും കൂടി പുതിയതായി അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭരണാനുമതിയും ലഭ്യമായ സാഹചര്യത്തിൽ താമസിയാതെ എവിടെ നമ്മൾ പൂർത്തീകരിച്ചു. പുളിയമ്പലയുള്ള റോഡ് ഭാഗം കൂടി ചെയ്യുന്നതോടുകൂടി കട്ടപ്പനയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ദർശിക്കാൻ കഴിയുന്നത്. കട്ടപ്പന പോലെ തന്നെ അടുത്ത വെള്ളയാംകുടി ടൗണുണ്ട്. ഇപ്പം 20 ഏക്കർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നു വരുന്നത് ഈ പറയപ്പെടുന്ന മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ്. പാറക്കടവ് കടന്നു പോകുന്നത് കട്ടപ്പന പുളിയമ്പല റോഡിൻ്റെ ഭാഗമായിട്ടാണ്. വെള്ളയാംകുടി കടന്നു വരുന്ന NH-ൻ്റെ പോർഷനാണെങ്കിലും വെള്ളയാംകുടി ടൗൺ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രത്യേകമായി നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുള്ള നടപടിയും സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രദേശത്തിൻ്റെ പൊതുവായ വികസന സാധ്യതകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന അടിസ്ഥാന സൗകര്യ വികസനം, അത് റോഡുകളുടെ പ്രാധാന്യം വളരെ മുൻപന്തിയിലുണ്ട്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വരികയാണ്.